ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആശാവർക്കർമാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 ആശാവർക്കർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം ക്ലിഫ് ഹൌസ് മാർച്ചിൽ നിന്നും പിന്മാറില്ലെന്ന് ആശമാർ പ്രതികരിച്ചു. 8.5 മാസവും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഞങ്ങൾ ആയിരങ്ങളായി ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സെക്രട്ടേറിയറ്റ് വളയുന്ന നിയമസഭാ മാർച്ച്, മുടിമുറിക്കൽ, നിരാഹാര സമരം, മഹാറാലി 4750 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ഒരിടത്തും ഒരു പ്രശ്നമുണ്ടാക്കിയില്ല. വളരെ സമാധാനപരമായിട്ടാണ്. പക്ഷേ ഇനി ഒരു തീരുമാനമെടുക്കണം. അവസാനത്തെ മാർഗമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇനി തിരിച്ചു പോകുന്നില്ല. ഇസഡ് സുൽഫിക്കർ വിവരങ്ങൾ നൽകും. ഇസഡ്, അവിടെ ഇനിയൊരു തീരുമാനം, അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയിൽ നിന്ന് വരാതെ അവിടെ ക്ലിഫ് ഹൌസിന് മുന്നിൽ നിന്ന് മടങ്ങില്ലെന്നാണോ ആശമാർ പറയുന്നത്? ദിവ്യ, മുഖ്യമന്ത്രി വന്നവരെ ഇവിടെ, അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഇവിടെ സമരം തുടരുമെന്നാണ് സമരക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിർണായക വിവരങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സംഘാടക സമിതി അംഗങ്ങളുമായിട്ട് ഇപ്പോൾ പോലീസ് അവിടെ ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണി എത്ര നേരമായാലും ഇവിടെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ അവർ നേരത്തെ സംസ്ഥാന സമിതി അംഗമായ ബിന്ദു നമ്മളോട് പ്രതികരിച്ചിരുന്നു. മാത്രമല്ല, ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ നേരത്തെ മുൻ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റുന്നത് വരെ ഇവർ ഇവിടം വിട്ട് പോകില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാതെ ഇവിടുന്ന് പോകില്ല എന്ന് ഇവർ നേരത്തെ പറഞ്ഞിരുന്നു. സമരത്തിന്റെ ഇടയിൽ നിന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സംസ്ഥാന സമിതി അംഗങ്ങളായ ഉഷ ഉഴവയ്ക്കൽ, ബിന്ദു പീറ്റർ എന്നീ 2 പേര് കൂടാതെ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമിതി അംഗങ്ങളുമായിട്ട് ഇപ്പോൾ പോലീസ് ഇവിടെ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യ, അവിടെ എന്തായാലും അനുനയ നീക്കങ്ങളും ചർച്ചകളും ഒക്കെ സജീവമാണ്. പക്ഷേ ഒരു അന്തിമ തീരുമാനം വരാതെ അവിടെ നിന്ന് മടങ്ങില്ലെന്നാണ് ആശമാർ പറയുന്നത്. ഇസഡ് സുൽഫിക്കറാണ് വിവരങ്ങൾ നൽകിയത്.